കേരള ഗവൺമെൻറ് ഒരു ബില്ല് കൊണ്ടുവരികയാണ്. അതായത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫോറിൻ യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞു. പിന്നീട് അത് മാറ്റി. ഇപ്രാവശ്യം സ്വകാര്യ സർവകലാശാല, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതിനകത്ത് മുൻ IAS ഓഫീസർ TP ശ്രീനിവാസൻ അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് 15 വർഷം മുമ്പ് തുടങ്ങേണ്ട സംഭവം ഇപ്പോഴാണ് കേരളത്തിൽ ആലോചിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കുട്ടികളുടെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ മറ്റുള്ള പല ഇന്ത്യൻ സിറ്റികളിലും ചില ലോകത്തിലെ ചില നഗരങ്ങളും ഒക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ചും ചെയ്തിട്ടുണ്ട്. അപ്പം പല മാതാപിതാക്കളും ഇത് ചിലപ്പോൾ കാണുന്ന കുട്ടികളും ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ശ്രദ്ധിക്കുക. കാരണം ഇത് വരാനുള്ള തലമുറയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. +2 കഴിഞ്ഞ ശേഷം കേരളത്തിൽ എഡ്യൂക്കേഷൻ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തിവിടെ കോഴ്സ് കിട്ടിയാലും ഫ്രീ ആയിട്ട് ഗവൺമെൻറ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും, ഫ്രീ ആയിട്ട് മറ്റുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ കുട്ടികളെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഗവൺമെൻറ്റിൻ്റെയോ പ്രൈവറ്റിൻ്റെയോ നിങ്ങൾ ചേർക്കാൻ പോകരുത്. നിങ്ങൾ കാണിക്കുന്ന ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയിരിക്കും അത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം. കാരണം എൻ്റെ 2 കുട്ടികളെ എനിക്കറിയാം. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ അതിൻ്റെ കാരണം? സ്വതവേ പഠിക്കാൻ മിടുക്കരായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യാനുള്ള കുട്ടികളെന്ന് പറയുന്നത് ഒരു 1% ഉള്ളൂ. 1% താഴെ മാത്രമേ ഉള്ളൂ. അതായത് എക്സ്ട്രാ ടാലൻറ്റും കഴിവുള്ള കുട്ടികൾ. അവർക്കിപ്പോൾ ഏത് കോളേജിലെ ഏത് യൂണിവേഴ്സിറ്റി പോയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ പഠിച്ചങ്ങ് പോകും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറ്റേ കുട്ടി അവൻ ഇവിടെ പഠിച്ചല്ലേ ശരിയാ, അവനൊരു ടാലൻ്റ് ഉണ്ട്, ചിലപ്പോൾ ഒരു ഇൻബോൺ ടാലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ഒരു 1% താഴേ ഉള്ളൂ. അപ്പം വലിയൊരു ശതമാനം കേരളത്തിലെ കുട്ടികൾ, അതായത് സ്കൂളിൽ എഡ്യൂക്കേഷൻ നടക്കുന്നവരും നമ്മുടെ വിദ്യാർത്ഥികളും എന്ന് പറയുന്നത് ആവറേജും ബിലോ ആവറേജുമാണ്. അത് മനസ്സിലാക്കണം. അപ്പം ഇവർക്ക് വേണ്ടത് എക്സ്പോഷറാണ്. ഇവർക്ക് വേണ്ടത് വ്യക്തമായ ട്രെയിനിങ് ആണ്. അതായത് മോൾഡ് ചെയ്യണം, അതിനെ ഷേപ്പ് ചെയ്യണം. ഇതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു സമ്പ്രദായം കേരളത്തിൽ 20-25 വർഷം മുമ്പ് പ്രോപ്പറായിട്ട് നടന്നിരുന്നു. അതിന് കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, കേരളത്തിലെ സ്വകാര്യ മേഖല, പ്രത്യേകിച്ച് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിന് വലിയ സംഭാവന കൊടുത്തത്. പിന്നെ ചില മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളത് ഒരിക്കലും തള്ളിക്കളയേണ്ടാത്ത സംഭവമാണ് ഈ പറയുന്നത്. അതായത് കാത്തലിക്സിൻ്റെ പല അച്ഛന്മാരോടും ബെത്രാന്മാരോടും സംസാരിച്ചപ്പോൾ അവരിൽ നിന്നും അറിയാൻ സാധിച്ചത് അവർക്ക് കേരളത്തിലൊരു നല്ലപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ ഭയങ്കര പാടാണ്. എല്ലായിടത്തും ഇപ്പോൾ സ്വകാര്യ ഓട്ടോണമസ് ആണെങ്കിൽ തന്നെയും അവിടെയും ഗവൺമെൻറ് കയറി ഇടപെടുകയാണ് വേണ്ടാത്ത കാര്യത്തിൽ. അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഇതിനെ കുളവാക്കുക. അവിടുത്തെ കുട്ടികളുമായിട്ടുള്ള കാര്യം മറ്റേത് ഇത് ചവറ്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സംഭവം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുട്ടി അവിടെ ആത്മഹത്യ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മുഴുവനെ ഡീറെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. ഇത് കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കാത്തലിക്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നല്ല പോലെ റൺ ചെയ്യാൻ അറിയുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമാണ്. അതിൻ്റെ കാര്യം എന്താ? കാത്തലിക് എന്ന് പറയുന്ന സഭ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കഴിവുള്ള അച്ഛന്മാരെ അവർ വിദേശ സർവകലാശാലയിൽ വിട്ട് പഠിപ്പിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടിരുന്നത്. അത്ര വെൽ ട്രെയിൻഡ് എക്സ്പോഷർ. കാരണം അവർക്ക് പോലും പഴയ രീതിയിൽ നല്ല പോലെ അവർക്കൊരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ കേരളത്തിൽ പറ്റുന്നില്ല. ഇതൊക്കെ അവരിൽ നിന്ന് അവർ തന്നെ കൺഫസ് ചെയ്ത കാര്യമാണ്.
കാരണം അങ്ങനൊരു സാഹചര്യം കേരളത്തിലുണ്ടായിപ്പോയി. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമായ കുട്ടികൾ, അവരുടെ പേരൻസ്, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ അർബൻ സിറ്റികൾ, ബാംഗ്ലൂർ, അതേപോലെ തന്നെ ചെന്നൈ, മുംബൈ, ഡൽഹി, ഈ സിറ്റികളിലൊക്കെ ഉള്ള ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ പഠിക്കുന്ന പല കുട്ടികളും വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ സീറ്റ് വേക്കൻ്റാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ക്യാപിറ്റൽ ചെറിയ ഇൻവെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വലുതായിട്ട് ചെറുതായിട്ട് മതി. അപ്പം അവൻ്റെ ഫീസാണെങ്കിലും താമസവും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇതേപോലത്തെ സിറ്റികളിൽ വിട്ടാൽ, ഞാൻ ഈ പറയുന്ന അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേരളത്തിൽ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി ഇവിടെ പഠിക്കുമ്പോഴും അതേ ഒരു കുട്ടി, ആവറേജ് കുട്ടി ഈ പറയുന്ന സിറ്റികളിൽ പഠിക്കുമ്പോഴും 10 വർഷത്തിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ കണ്ടോണം. കാരണം ഈ കുട്ടി എന്ന് പറയാം, കേരളത്തിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ ഉന്നത വിദ്യാഭ്യാസം കഴിയുമ്പോൾ 10 വർഷം എടുക്കും അവൻ ഇന്ത്യയിലെ അർബൻ സിറ്റി പഠിക്കുന്നതിനെ പോലെ കോമ്പീറ്റ് ചെയ്യാൻ. ഇതാണ് യാഥാർത്ഥ്യം. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ സഖാക്കളും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ യൂണിയനും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് ഇതിനെ അങ്ങ് തൊലച്ചു. ഇതാണ് സത്യം. അപ്പം അതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു കുട്ടിയെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അവൻ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 10 വർഷം എടുക്കും. ഇന്ത്യയിലെ ഒരു അർബൻ സിറ്റിയിലെ പോലെ ഒരു കുട്ടി എങ്ങനെയാണ് 3 വർഷം 4 വർഷം കഴിയുമ്പോൾ മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നത്, അവൻ ഈ പറയുന്ന 3 വർഷം എടുക്കുമ്പോൾ ഇവിടെ 10 വർഷം എടുക്കും. കാരണം ഉന്നത വിദ്യാഭ്യാസം കഴിയുമ്പോൾ 10 വർഷത്തെ ഡയറക്റ്റ് ഗ്യാപ്പ് ആവുക. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ബാംഗ്ലൂർ സ്റ്റഡി, ഡൽഹി സ്റ്റഡി ഇതൊക്കെ ചുമ്മാ അബദ്ധം പറയുന്നതാണ്. കാരണം ഞാൻ ഈ സിറ്റികളിലൊക്കെ ജീവിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അതിൻ്റെ കാര്യം എന്താ, ഈ മറ്റുള്ള സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന 16, 17, 18 വയസ്സുള്ളൊരു കുട്ടി അവിടെ ചെന്ന് കഴിയുമ്പം അവൻ 1 വർഷം കൊണ്ട് ലാംഗ്വേജ് സ്കില്ല് അവൻ ആദ്യം കിട്ടും. ഒരു ലാംഗ്വേജ് അല്ല, മിനിമം 3-4 ലാംഗ്വേജ് അവൻ പഠിക്കും. മനസ്സിലാക്കേണ്ട സംഭവം, മലയാളം എന്ന് പറഞ്ഞ പുണ്ണാക്ക് ലാംഗ്വേജ് എടുത്തുകൊണ്ട് ലോകത്തെന്നല്ല ഈ കേരളം വിട്ട് കഴിഞ്ഞ് ഇന്ത്യയിൽ എവിടെയും പ്രയോജനമില്ലാത്തൊരു ലാംഗ്വേജായത് മലയാള ഭാഷ. മണ്ണാങ്കട്ട ഇതുകൊണ്ട് എന്തോ ചെയ്യാന്? ഇത് സംസാരിക്കാനും ഉള്ള ഭാഷ മാത്രമായിട്ട് വെച്ചാൽ മതി. അല്ലാതെ ഈ ഭാഷ പഠിച്ചിട്ട് ലോകത്താർക്കും ഒരു പ്രയോജനമില്ല. ഇതാണ് എൻ്റെ ഒരു അസംഷൻ. അതായത് ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് നല്ല പ്രൊനൗൺസിയേഷനും പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം, ഹിന്ദി പഠിക്കണം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഷേപ്പ് ചെയ്യാനും മോൾഡ് ചെയ്യാനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൾച്ചർ പഠിക്കാനും സാധിക്കുകയുള്ളൂ. അത് കേരളം വിട്ടാലേ പറ്റൂ. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് എന്താ? ഞാൻ ഈ പറയുന്ന അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പം ഇത് കഴിഞ്ഞ് 10 വർഷം എടുത്ത് മോൾഡും ഷേപ്പും ചെയ്യാൻ കേരളത്തിൽ എടുക്കുമ്പോൾ ഇവൻ അവിടെ വെച്ച് അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അവൻ്റെ ഉന്നത വിദ്യാഭ്യാസം കഴിയുമ്പോൾ പിന്നെ പേരൻസിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ് കാര്യം? അവൻ പിന്നെ അവൻ്റെ ഫർദർ സ്റ്റഡീസ് അവൻ സ്വയമേ തിരഞ്ഞെടുക്കും. നിങ്ങളുടെ ആവശ്യവും ബാക്കപ്പും പിന്നെ ആവശ്യമൊന്നുമില്ല. അവന് വിദേശത്ത് പോകണോ, ജോലി കിട്ടണോ, എന്താണ് ചെയ്യേണ്ടത്? കാരണം അവൻ ഷേപ്പായി. അവനറിയാം എവിടെ പോയി കഴിഞ്ഞാൽ സംഭവം നടക്കും, ഫർദർ എന്താ സ്റ്റഡി ചെയ്യേണ്ടത്, അതിനെവിടുന്ന് ലോൺ കിട്ടും, ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി, ആരെ അപ്രോച്ച് ചെയ്യണം, അവൻ അങ്ങനെ മാറി. പക്ഷേ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവന് അത് കഴിഞ്ഞിട്ട് പോലും സ്വന്തമായിട്ട് CV, അവൻ്റെ ബയോഡാറ്റ എഴുതാൻ അപ്പം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം അവൻ അറിയത്തില്ല. ഇതാണ് എൻ്റെ വ്യത്യാസം. നിങ്ങൾ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും, ഏത് പൊളിറ്റീഷ്യൻസ് പറഞ്ഞാലും ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്ത് പലതും നിങ്ങളുടെ തലയിൽ വിടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവിടെ ലാഭമാണ് ഉണ്ടാകുന്നത്. അവൻ ഉന്നത വിദ്യാഭ്യാസം കഴിയുമ്പം
വീണ്ടും അവൻ്റെ 10 വർഷം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര അവൻ്റെ സ്പെൻഡ് ചെയ്യുന്നേ. ആ സമയത്ത് നിങ്ങൾ പലയിടത്തും ജോലി ചെയ്യുന്നവർ നിങ്ങൾ റിട്ടയറായി. അതാലോചിച്ച് മനുഷ്യൻ്റെ ആ കാലയളവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ പോലെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ 3-4 വർഷം നിങ്ങൾ അവനെ ഇന്ത്യയിലെ മറ്റു സിറ്റികളിൽ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് ജോലിയായി, അവൻ വിദേശത്ത് പോകും, അവിടെ ചെന്ന് അവൻ കംപ്ലീറ്റ് അങ്ങ് മാറി. അതാണ് മനസ്സിലായി. ആ പെൺകുട്ടിയാണെങ്കിലും മാറി. കാരണം അവന് കാര്യങ്ങൾ പിടികിട്ടും. ഇവിടെ ഇന്നും ഈ പറയുന്ന രീതിയിൽ വൃത്തികെട്ട രാഷ്ട്രീയവും ഈ പറയുന്ന ഡ്രഗും റാഗിങ്ങും ഇതിനകത്ത് നിങ്ങളെന്തിനാ നിങ്ങളുടെ കുട്ടികളെ വിടേണ്ടത്? എനിക്ക് ഉത്തരം എന്താ? നിങ്ങൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ അഡ്മിനിസ്ട്രേഷനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു ഭാഗത്ത് നിങ്ങളുടെ കുട്ടികളിൽ ഇത് യഥാർത്ഥ വിക്റ്റിമാകുന്ന ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കേരളത്തെ പൂർണ്ണമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാതെ പറയുന്നതാ ഇതൊക്കെ. വേറൊരു കാര്യം പറയാം. കേരളത്തിലെ ഇന്ത്യയിലെ പല സിറ്റികളും അതേപോലെ പല സ്റ്റേറ്റുകളും നോക്കുവാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും മോശമായ വിദ്യാഭ്യാസം, ഏറ്റവും തരം താഴ്ന്ന വിദ്യാഭ്യാസം കേരളത്തിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും അവരെന്തിനാ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവർക്ക് അടുത്ത സഖാക്കളെ ഉണ്ടാക്കുന്ന ക്യാമ്പസിൽ നിന്ന് അടിയും വെട്ടും കുത്തും ബഹളവും കഞ്ചാവും ഡ്രഗും പരിപാടികളും. അതിനകത്ത് നിങ്ങളെ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ കളയുന്നത്? ആദ്യം കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ, മോൾഡ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ള സിറ്റികളിൽ വിട്ട് അവനെ വാർത്തെടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന ആ കുട്ടിക്കതാ. നിങ്ങൾ അവനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം MBBS ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതോടുകൂടി അവൻ എന്നേക്കും അവൻ ഇല്ലാതാവുക, വീണ്ടും സമയമെടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക പരാധീനത വീണ്ടും കൂടുകയാണ്. നിങ്ങൾ ഈ ബ്ലണ്ടറൊന്നും കാണിക്കരുത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. കാരണം ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ വളരെയധികം സാമ്പിൾസ് എടുത്ത് പഠിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം കേരളത്തിൽ പഠിക്കുന്നൊരു കുട്ടി അവൻ്റെ ഉന്നത വിദ്യാഭ്യാസം അവൻ്റെ ലൈഫേ കുളമാവുക. പിന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പേരൻസിന് ഇവനൊരു ലൈബിലിറ്റിയോ അവളൊരു ലൈബിലിറ്റി ആയിട്ടങ്ങ് മാറുക. അവരെ പ്രൊഡക്റ്റീവ് ആക്കുക, അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവരെ ഈ ലോകത്തിനും ഇന്ത്യക്കും വേണ്ടി മാറ്റിയെടുക്കുക. ഒരു കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഗവൺമെൻറ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗൻഡയാണ്. ആൻറ്റി ഇന്ത്യ. അതിനകത്തോട്ട് ഈ കുട്ടിയെ വിട്ട് വളർത്തിയെടുക്കുമ്പോൾ ആ കുട്ടി ഏത് രീതിയിലാണ് മാറുന്നത്? ഒരു ഭാഗത്ത് മിനി പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യക്കെതിരെ പറയുന്നു, മറുഭാഗത്ത് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെന്താ പറയുന്നത്? കമ്മ്യൂണിസം നാളെ വരാൻ. അവൻ വളരുന്ന ഒരു എക്കോസിസ്റ്റം നിങ്ങൾ പറയാം. ആ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അവനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ കാലേ പിടിച്ച് പറയുകയാണ്, നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും അവരെയും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാം. കാരണം അവനിവിടെ പഠിച്ചാൽ രക്ഷപ്പെടില്ല. ഞാൻ വേണമെങ്കിൽ 1000 എക്സാമ്പിൾ തരാം. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതേപോലൊരു മണ്ടത്തിയാണ് ആ സ്ത്രീ. പറയുന്ന മുഴുവനും വിഡ്ഢിത്തരമാണ്. അപ്പം അവരാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. നിയമസഭയിൽ പോയിട്ട് കയ്യാങ്കളി കാണിച്ച് നിങ്ങൾ കണ്ടു, അതാണ് ശിവൻകുട്ടി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അവർ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ താഴെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ പറയാം. ഐ എം ലിസണിങ്, യു ടെൽ മീ, യു എഡ്യൂക്കേറ്റ് മീ. അത് എല്ലാം നെഗറ്റീവ് അല്ലയോ? ഇവിടുത്തെ പൊളിറ്റിക്കൽ സംഭവം അത് ഇത് ഒരു കുട്ടി എങ്ങനെ മോൾഡ് ചെയ്യും, അവനെങ്ങനെ ഷേപ്പ് ചെയ്യും, അവനെ നശിപ്പിക്കുമല്ലയോ നിങ്ങൾ? ഞാനിത് പറയുന്നത് ഐ എം കൺസേൺഡ്. എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് കൺസേൺഡാണ്. എനിക്ക് ഈ സംഭവം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ആലോചിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കി ഇവനെ ഇന്ത്യയുടെ നല്ല സിറ്റികളിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് അവനെ അവിടെ ചേർക്കുക, അല്ലെങ്കിൽ അവളെ അവിടെ ചേർക്കുക, അവന് നല്ല കൗൺസിലിംഗ് എല്ലാം കൊടുത്തിട്ട് മാത്രമേ അവനെ വിടാവൂ.
അവൻ 3-4 വർഷം കഴിയുമ്പോൾ, അവൻ്റെ പഠനം കഴിയുമ്പോൾ അവൻ ഫർദർ അവൻ തന്നെ നോക്കി കണ്ടെടുത്ത് അവൻ തന്നെ പോയിക്കോളും. അവൻ ഈ ലോകത്തിനും ഇന്ത്യക്കും ഈ ദേശത്തിനും ഈ നാടിനും അവനൊരു നന്മയായി മാറണം. അവനൊരു ആൻറ്റി സോഷ്യലോ ജനങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മറ്റു സ്വഭാവത്തിൽ പോകരുത്. ഇതിനകത്ത് ഞാൻ പറയുന്ന ചില പോയിൻ്റ്, നിങ്ങൾ വിദേശത്ത് ചൈനയിലോ അവിടെ ഇവിടെയൊക്കെ കുട്ടികളെയൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യൻ സിറ്റികളിലാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഇത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മറ്റു പണമുള്ളവരൊക്കെ പോയി പഠിക്കട്ടെ, പക്ഷെ അതിനുള്ള നെറ്റ്വർക്കും കൂടെ നിങ്ങൾക്ക് വേണം. എങ്ങനെ കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്താണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ സിറ്റികളിൽ തന്നെ വിടുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭവിക്കും. അതായത് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകും. അത് ഇത് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്, 2 കുട്ടികളുടെ പിതാവായ ഞാൻ. കാരണം എനിക്കറിയാം അവിടെ ആയതുകൊണ്ടാണ്. കാരണം അവർ ബിലോ ആവറേജ് ആയ 2 കുട്ടികൾ ഡ്രോപ്പ് ഔട്ടാണ് സ്കൂളിൽ നിന്ന്. അത് ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി ആയതുകൊണ്ടാണ് അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്തോ ചെയ്യണം. കാരണം അവർക്ക് 2 ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കുന്ന രീതി 2 പേരും സക്സീഡായി. മകൻ ടാറ്റ ഗ്രൂപ്പ് TCS വർക്ക് ചെയ്യുന്നു, മകള് മാസ്റ്റേഴ്സ് ചെയ്യുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കാരണം അത് ഡൽഹി എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. കേരളത്തിൽ എന്തോ സംഭവിച്ചേനെ, മണ്ടരാന്നും പറഞ്ഞ് അവരെ മുദ്ര കുത്തിയേനെ. ഇതാണ് ഈ സംഭവം. നമുക്കതിന് അറിവ് വേണം. അതിന് സിറ്റികളെ പോലെ മനസ്സിലാക്കും. കേരളത്തിൻ്റെ ഏത് സിറ്റികളിലും ഏത് ഗ്രാമങ്ങളിലും ഏത് സംഭവത്തിലാണ് ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി തരുന്നത്. നീ ചുമ്മാ ഈ രാഷ്ട്രീയക്കാരൻ പ്രബുദ്ധ കേരളം ചുമ്മാതാണ്. ഇന്ത്യയിൽ ഏറ്റവും മോശമായ ഉന്നത വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റാണ് കേരളം. അതിനെ നശിപ്പിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അതിൻ്റെ ഭാഗമാകുവാൻ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിടരുത്. അതാണ് എൻ്റെ അഭ്യർത്ഥനയാണ്, എൻ്റെ അപേക്ഷയാണ് നിങ്ങളോട്. ഇത് കേൾക്കുന്നവർ മറ്റുള്ളവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എൻ്റെ ഓരോ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരെ ഞാൻ ഉത്തരം തരുന്നതായിരിക്കും.